ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് നവീകരണം പുരോഗമിക്കുന്നു. 29 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം. 4 മാസമായിട്ടും പ്രവൃത്തി ഇഴയുകയാണെന്ന വ്യാപാരികളുടെ ആരോപണത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് നഗരസഭ അറിയിച്ചു. ശ്രീകണ്ഠാപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് നവീകരണവും ഓവുചാൽ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 29 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം. ബസ് സ്റ്റാൻഡിനും സാമാ ബസാറിനുമിടയിൽ നേരത്തെ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥാപിച്ച ചെറിയ പൈപ്പുകൾ മാറ്റിയാണ് ആഴവും വീതിയും കൂട്ടി ഓട നിർമ്മിക്കുന്നത്. മഴക്കാലത്ത് വ്യാപാരികളെ ഉൾപ്പെടെ ദുരിതത്തിലാക്കുന്ന ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ഭരണസമിതി ഓവുചാൽ നിർമ്മിക്കാൻ തുക അനുവദിച്ചത്. പണി പൂർത്തിയായപ്പോൾ തന്നെ താഴെ ചെളി കൂടുതലായതിനാൽ പ്രതീക്ഷിച്ചതിലും അധികം സമയം നിർമ്മാണത്തിന് വേണ്ടിവന്നു. 75% നിർമ്മാണം പൂർത്തിയായി. അവശേഷിക്കുന്ന പണി ചെയ്യാൻ ഒരു വൈദ്യുത തൂൺ കൂടി മാറ്റേണ്ടതുണ്ട്. ഓവുചാൽ നിർമ്മാണം കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ റീടാറിംഗ് നടത്തുകയും ബസ് സ്റ്റാൻഡിനും നഗരസഭാ കെട്ടിടങ്ങൾക്കുമിടയിലെ റോഡ് ഇന്റർലോക്ക് വിരിച്ച് ബലപ്പെടുത്തുകയും ചെയ്യും. സമീപത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിനടുത്തുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പും മാറ്റിവേണം റീടാറിംഗ് നടത്താൻ. ഇതിനായി ജലസേചന വകുപ്പിനോട് നഗരസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാപാരികളുടെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ടെന്നും ഉടൻ പരിഹാരമാകുമെന്നും ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് 3 മാസം കഴിഞ്ഞു എന്നുള്ളത് ചില ആളുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദ്രുതഗതിയിലാണ് ഓട നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ് റീടാറിംഗ് നടത്തി അവിടെ വഴിവിളക്കുകളൊക്കെ വെച്ചുകൊണ്ട് മനോഹരമാക്കാനുള്ള പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർലോക്ക് ഇട്ട് നമ്മുടെ റോഡ് അതിമനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്രീകണ്ഠപുരം നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് അതിമനോഹരമാറ്റി യാത്രക്കാർക്ക് നല്ല സൗകര്യം ഏർപ്പാടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നിർമ്മാണം തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയാകാത്തതിൽ വ്യാപാരികൾക്കിടയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. സബ് ട്രഷറി ഉൾപ്പെടെയുള്ള ഓഫീസുകളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ഇവിടെ നിർമ്മാണം വൈകുന്നത് ദുരിതമാകുന്നുണ്ട്. നിർമ്മാണം തുടങ്ങിയപ്പോൾ ഇവിടെ ഹോട്ടലുകളും കടകളും അടച്ചിട്ടിരുന്നു. കാലവർഷം തുടങ്ങാൻ 1 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രവൃത്തികൾ പൂർത്തിയാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.